ഇതിന്റെ അടിയിൽ വല്ലതും കുഴിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ആ നിധിയാണ്. ക്യാമറ വന്നിട്ട് അങ്ങോട്ട് നോക്കിക്കോ, അവിടെ എന്തോ സാധനം 1000 വർഷം പഴക്കമുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കര സ്ട്രോങ്ലി ദൈവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു പവർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ഇന്നത് ഭജിക്കണം ഇങ്ങനെ പൂജിക്കണം അങ്ങനെയൊന്നും ഇല്ല. ഞാനൊരു ജസ്റ്റ് ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറിനാണ് പോകുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വയനാടൊക്കെ ഇത്രയും പ്രശ്നം കണ്ടപ്പോൾ ഇദ്ദേഹം എവിടെയായിരുന്നു? ശരിയല്ലേ? തന്നെ നമുക്ക് ഓരോ ലൈഫിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ അതെ ദൈവം എത്ര ക്രൂരനാണ് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഒരുപാടുകൾ വരും. സ്നേഹിക്കുന്ന ആള് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ? അല്ല, അവരുടെ ഇടയിൽ നിന്ന് ഒരു കമന്റ് ചോദ്യം വരും. ഇല്ല അങ്ങനെയില്ല കേട്ടോ, സോറി, ഞാൻ സിംഗിൾ ആണ്. ഓൾറെഡി അത് സക്സസ് ആണ് ശരിക്കും പറഞ്ഞ. അപ്പൊ ഇപ്പൊ നമ്മള് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന ആളെ കാസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചേനെ. അല്ലെ, അവർ ഓൾറെഡി അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഉർവശി ആ ചെയ്ത ക്യാരക്ടേഴ്സ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നോക്കുമ്പോൾ അവരൊരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അല്ലെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്റെ മുറിയാണത്. ഞാനിങ്ങനെ ഇരിക്കുക, ഇവിടെ വന്നേക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നേക്കും. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു ഹോം ടൂറിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ ഓരോരുത്തരുടെയും ഇങ്ങനെ വീടുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. നമുക്ക് മലയാള സിനിമയ്ക്ക് ലഭിച്ച പുതിയ ഒരു നായികയുടെ ഒരു വീട്ടിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു പുതിയ നായിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി തന്നെ മലയാളത്തിൽ തന്നെ 3 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. തമിഴിലൊരു സിനിമ ചെയ്തു. ഇനി ഈ കുട്ടീനെ സിനിമയെക്കാട്ടിലും കൂടുതൽ ഈ സീരിയൽ കാണുന്ന എല്ലാവരുടെ മനസ്സ് കീഴടക്കിയ ഒരു നായികയുടെ വീട്ടിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതായത് ഭാഗ്യലക്ഷ്മി എന്ന ഒരു സീരിയലിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനം കവർന്ന ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയുടെ വീട്. അതെ, നീരജയുടെ വീട്ടിലാണ് നമ്മൾ ഇന്നിപ്പോൾ നീരജയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നീരജനെ നമുക്ക് വിളിക്കാം. അപ്പോൾ ദേ കോളിംഗ് ബെല്ല് ഞാൻ കണ്ടു. ഞാൻ വന്നപ്പോഴേ ഇവിടെ നിറയെ പൂച്ചകളുണ്ട്. അപ്പൊ ഇവരുടെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ കാണുന്നുണ്ട്. ഹലോ നീരജ, ഹായ് ഹായ്. ഇതാ മൈക്ക് വെച്ചോ. എന്നാല് അതെ അതെ, കുറെ നാൾക്ക് ശേഷമാണ് അല്ലേ? കണ്ടിരുന്ന ഒരാളാണ്. ആണോ? പിന്നെ എന്തുകൊണ്ട് കണ്ടില്ല? മൈക്ക് വെച്ചോ. നീരജ, ഞാൻ വന്നപ്പോ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ പൂച്ചകളെ കാണുന്നുണ്ട്. അതൊക്കെ ഈ നിങ്ങളുടെ സ്വന്തമാണോ? ഓ, നിങ്ങളുടെ സ്വന്തമാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങളും നിങ്ങളുടെ സ്വന്തമാണ്. അകത്തേക്ക് കയറട്ടെ, വരൂ. അപ്പൊ എത്ര പൂച്ചകളുണ്ട്? പൂച്ചകൾ ശരിക്കും പറഞ്ഞ ഇപ്പൊ നിലവിലൊരു 9 പേരെങ്കിലും ഉണ്ടാവും. ശരിക്കും ഇത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന അച്ഛനും അമ്മയാണ്. അതെ, ഞങ്ങള് മക്കളാ? ഞങ്ങൾ 2 പേര്. അപ്പൊ നിങ്ങൾ 2 മക്കളെ മതിയായില്ല അവർക്ക്, അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് പെറ്റ്സും കൂടെ ആവാന്ന് അവർ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞ 2017 ഒരാള് വന്നതാ. സിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ ബ്രദർ ഒരാളെ കൊണ്ട് തന്നതാ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു എന്താ പറയാ ഒരു ലെഗസി ആയിരുന്നു, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു പറഞ്ഞാല്. ശരിക്കും ഞങ്ങൾ അന്ന് വളർത്തിയ കണക്കനുസരിച്ച് 42 പൂച്ചകൾ. ഇപ്പില്ല, പേടിക്കണ്ട, ഇപ്പില്ല. 42 പേര് വന്നു പോയിട്ടുണ്ട്. ശരിക്കും വന്നു പോയിട്ടുണ്ട്. അതായത് ഇവരിടയ്ക്ക് അസുഖം വന്നു പോയവരുണ്ട്, മിസ്സായി പോയവരുണ്ട്. അപ്പൊ ടോട്ടൽ കണക്കെടുത്ത് ഫസ്റ്റ് വന്ന പുള്ളിക്കാരത്ത് ഇപ്പോഴും ഉണ്ട്, കുഞ്ഞി. അവളിപ്പോഴും ഉണ്ട്. അവൾക്ക് എത്ര വയസ്സായി? അവൾക്ക് ഇപ്പൊ ഒരു 6 വയസ്സ്, 6-7 വയസ്സായി. ഹോം ടൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരിടത്ത് തന്നെ നിന്ന് സംസാരിക്കാം. അത് നമുക്ക് പയ്യെ വീടിന്റെ ഓരോ കോർണർ കണ്ട് സംസാരിക്കാം. പക്ഷെ ഇനി ഞാൻ ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അത് ഇവിടുന്ന് പറഞ്ഞിട്ടേ ഇനി ഞാൻ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. അതെന്താന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ അറിഞ്ഞ ഒരു രഹസ്യമാണ്. നീരജയുടെ വീട്ടിൽ പോയാൽ 1000 വർഷം പഴക്കമുള്ള എന്തോ ഒരു സംഭവം ഈ വീട്ടിലുണ്ട്. ആണോ? 1000 വർഷം പഴക്കമുള്ള ആരും ഇല്ല ഇവിടെ. ഞാൻ തന്നെ ഞെട്ടി. ഇത് ഏത് പരിപാടിയുടെ ഭാഗമാണ് ഞാൻ? എന്നാൽ ഞാൻ കേട്ട ഒരു കാര്യമാണത്. നീരജയുടെ വീട്ടിൽ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് നോക്കാം. അച്ഛനോട് ചോദിച്ചോ, അച്ഛനോട് അവിടെ ചോദിച്ചു. 1000 വർഷം പഴക്കമുള്ള എന്തോ ഒരു
സാധനം നീരജയുടെ വീട്ടിലുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ അടിയിൽ വല്ലതും കുഴിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ആ നിധിയാണ്. ആണല്ലേ, ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. 1000 വർഷം പഴക്കമുള്ള നിധി എന്താ പറയാ, മറ്റേ എന്താണ് തെക്കിനിയിലെത്തിയെന്ന് പറഞ്ഞ പോലെ. ഇവിടെ തെക്കിനി എങ്ങോട്ടാ പോണ്ടേന്നുള്ളത് ഇവിടെ തെക്കിനി അധികം പോകാതിരിക്കണമല്ലോ. കാര്യം ഞങ്ങൾ 4 ആഴ്ചയായിട്ടുള്ള ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട്. അപ്പൊ അല്ല, ഞങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് ചെമ്പക്കര സൈഡാണ്. അച്ഛന്റെ വീട് അവിടെയൊക്കെയാണ് വരുന്നത്. ഞാൻ തൃപ്പൂണിത്തുറ തന്നെയാണ്. നമ്മളിപ്പം നമ്മുടെ ഈ പെറ്റ്സിന്റെ ഈ അംഗബലം കൂടിയതുകൊണ്ട് നൈബർഹുഡ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. നമ്മൾ നേരത്തെ എല്ലാവരും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഈ മോന്തുർക്കിയിലേക്ക് വന്നത്. ഈ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 1 month ആവുന്നുള്ളൂ. അതെ അതെ. അപ്പൊ വീട് നിങ്ങളൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്താ പറയാ, നിങ്ങൾ വരുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ പിന്നെ എനിക്കറിയില്ല കേട്ടോ, ഈ 1000 വർഷം മറ്റേ പഴയ എന്തോ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. റെന്റഡ് ഹൗസ് ആണോ? അതെ അതെ, ഇത് റെന്റഡ് ആണ്. അപ്പൊ ഇവിടുന്ന് ഞാൻ എന്തെന്നാ ഇവിടെ ഈ നീരജയ്ക്ക് അറിയാത്ത എന്തെങ്കിലും ആയിരിക്കും. ഈ വീട്ടിൽ 1000 വർഷം പഴക്കമുള്ള ഒരു നിധി ഉണ്ടെന്നാണ് ഞങ്ങൾ അറിവ്. വീട്ടിൽ ഓണറിനെ വിളിച്ചു വെക്കണം. എന്തെങ്കിലും പഴക്കമുള്ള സാധനം ഉണ്ടെങ്കിൽ എന്താ പറയാ, നോക്കി വെച്ച് ഇവിടെ വന്നവരെടുത്തോണ്ടോ എന്ന് പറയാം. നീരജ, ഇത് ബെഡ്റൂം ആണോ? ഇവിടെ ഇപ്പം അച്ഛന്റെ റൂമാണ്. അച്ഛനുണ്ട്, അച്ഛൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഫ്രഷ് ആവുകയാണ്, വർക്ക് ചെയ്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ എന്റെ സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അടുക്കള. ഇതാണ് അമ്മയുടെ സെക്ഷനാണ്. ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ. അമ്മേ ചായ, അമ്മേ കാപ്പി. ഇപ്പൊ ചായ വരുമല്ലോ, ഇപ്പൊ ചായ വരും, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചായ റെഡി ആണല്ലേ? അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് എത്താറുള്ളത്. അതല്ല, അങ്ങനല്ല, കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. കുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പൊ എന്താണ് മകൾ കുക്ക് ചെയ്ത സംഭവം? ഞാൻ വെള്ളം ചൂടാക്കിയതോ? അല്ലല്ല, ഞാൻ ആദ്യമായി എന്റെ സ്പെഷ്യലൈസ് ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാബേജ് തോരനാണ്. ഓഹോ, ക്യാബേജ് തോരൻ. അതെന്താ കാലത്ത്? അതിപ്പോ ഒരു 1-2 വർഷമായി എന്ന് വേണേ പറയാം. 1-2 വർഷം കേട്ടോ, ശരിക്കും 1-2 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ട്. അതിലും കാരണം എന്താ വെച്ചാല് നമ്മുടെ അമ്മ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഞാൻ അങ്ങനെ തോന്നിയല്ല, നമ്മളെ കിച്ചണിൽ വന്നം മറ്റേന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. ഒരു തൽപരകക്ഷി ആയിരുന്നില്ല. പിന്നീട് ഇതിനിടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ട്. അതായത് കോവിഡ് സമയത്ത് ഞാൻ ഭയങ്കര ഒരു ബേക്കിംഗ് മൂഡായിരുന്നു പറഞ്ഞാല്. ഞാൻ അതെന്തോ ഇങ്ങനെ ഒരു തോന്നൽ വന്ന് ചെയ്ത് ഒരു ഹോം ബേക്കർ ലൈസൻസ് ഒക്കെ എടുത്തു. ഞാൻ അങ്ങനെ കുറച്ച് സെയിലൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ. പിന്നീട് ഞാൻ അങ്ങനെ വളർത്തിയില്ല ആ ബിസിനസ്. ഞാൻ എന്താ പറയാ, കുറച്ച് ഫ്രീസ് ചെയ്ത് വെച്ചേക്കും, പൂട്ടി വെച്ച്. അതെ, ഒരു ഇടക്കാലം കൊണ്ട് വന്ന താല്പര്യമായിരുന്നു. നമ്മുടെ പാഷനും നമ്മുടെ പ്രൊഫഷനൊക്കെ വേറെയാണല്ലോ. പിന്നെ അത് കുറച്ച് നമ്മൾ അങ്ങനെ ഒരു ഇത്തിരി ഇടയ്ക്ക് ഞാൻ ഇവിടെ ഭയങ്കര നമ്മളിങ്ങനെ ആരംഭശൂരത്ത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല ഞാനിത് വലിയ സംഭവമാക്കും എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ഒരു 6 മാസമൊക്കെ പോകുന്ന കണ്ടപ്പോ പിന്നെ നമുക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമില്ല. നമ്മളൊരു സ്മോൾ സ്കെയിലിൽ നിന്ന് നമ്മൾ ബിഗ് സ്കെയിൽ ഒക്കെ നോക്കണമെങ്കിൽ കുറച്ചും കൂടെ ആളുകളൊക്കെ വേണം. ചിലപ്പോൾ ഭാവിയിൽ പറയാൻ പറ്റില്ല. കേക്ക് കൊടുത്തിരുന്നപ്പോ അതിന്റെ പേരൊക്കെ എന്തായിരുന്നു? ഞാന് അങ്ങനെ പേരൊന്നുമില്ല. അല്ല, ഞാന് കട്ട് ആൻഡ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിരുന്നത്. നമ്മള് ഇവിടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനും അങ്ങനെ ഒക്കെ ഇതായിട്ട് ചിലവരൊക്കെ ഒരു ഓർഡർ ഒക്കെ തന്നു പറഞ്ഞാല് അതിനിടയ്ക്കാണെങ്കിൽ ഒരു അബദ്ധവും പറ്റി. ഇത് ബർക്കേരിയാണോ? ഇത് വർക്ക് ഏരിയ. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ വെച്ച് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ വാഷിംഗ് മെഷീനും അതിന്റെ അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ട് അങ്ങനെ. പിന്നെ വന്ന സമയം ഇച്ചിരി വൈകിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലൊക്കെ അത്യാവശ്യം മരങ്ങള്, പുളിമരം, അങ്ങനെ ജാതി, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതെ 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 അതെ. നമുക്ക് ജാതിക്കൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് അത് അവിടെ വർക്ക് ഏരിയ ആണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഈ പങ്കിള് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും പോണ്ട. ഇനി നമുക്ക് ഇവിടെ കുറച്ച്, അതായത് ഇവിടുത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇവരൊക്കെ പെട്ടി നമ്മളെ കുറച്ച് എന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെ എന്താ പറയാ, എനിക്ക് അങ്ങ് ശരിക്കും ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. അത് ചില ഇതൊക്കെ എന്താ സംഭവം? ഇത് ഞാൻ 2021 ഞാൻ വുമൺസ് മോഡൽ ഫിസിക് കേരള സെക്കൻഡ് പ്രൈസ് വിന്നർ ആണ്. അതാണ് അതിന്റെയാണ് അത് ആ ടൈമിന് നമ്മൾ അപ്പൊ ഞാൻ വെച്ചാൽ അവിടത്തെ ഷോക്കേസ് ഉണ്ട്. പക്ഷെ നമുക്കേ കുറച്ച് എന്താ പറയാ അറേഞ്ച് ആയി വരുന്നേ ഉള്ളൂ എല്ലാം. ഇതൊക്കെ നീരജയ്ക്ക് കിട്ടിയതോ? ഇത് ഞാൻ ആങ്കറിംഗ് ഉണ്ട് കേട്ടോ, സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പൊ ഇവരുടെ തന്നെ അതായത് നമ്മുടെ എറണാകുളം ബേസ് നടത്തുന്ന കേരളം നടത്തുന്ന കോമ്പറ്റീഷൻ ആണ് മിസ്റ്റർ എറണാകുളം. അത് 2020 ചെയ്തപ്പോ അവർ എനിക്ക് തന്ന ഒരു ഇതാണ്. മിസ്റ്റർ എറണാകുളത്തിന് പോയി ആങ്കർ ചെയ്തപ്പോൾ അങ്ങനെ എന്താ പറയാ ഫിറ്റ്നസ് കണ്ടാ? നിങ്ങളൊക്കെ കണ്ടോ ബോഡിയൊക്കെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ കണ്ടാ? ഇവരൊക്കെ ജിമ്മിൽ പോകുന്നവരാ. പക്ഷെ കണ്ടില്ലേ അവരുടെ ഒക്കെ എങ്ങനെയൊക്കെയാണ് വേണ്ടത്. ജിമ്മിന്റെ അവിടെ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നോ? ഇവരൊക്കെ എല്ലാ ദിവസം രാവിലെ ജിമ്മിൽ പോകുന്നവരാ. എങ്ങനെയാ താങ്കൾ എങ്ങനെയാ വർക്കൗട്ട് ഒക്കെ ഉണ്ടോ ചോദിക്കാൻ ഉണ്ടല്ലേ? അല്ല ഇപ്പോഴും ഞാൻ അങ്ങനെ ആലോചിച്ച കാരണം
ഞാനൊക്കെ നേരത്തെ കാണുമ്പോ ആ ടിവിയിൽ എപ്പോഴും അതേക്കെ പോലെ തന്നെ, വ്യത്യാസമൊന്നും ഇല്ല. ഇല്ലെങ്കിൽ എന്റെ മുമ്പിൽ കൂടെ ഭക്ഷണം കണ്ടാ മതി, ഞാൻ അപ്പൊ വീർക്കുന്ന ടൈപ്പാണ്. പക്ഷെ നല്ല മെയിൻറ്റെയിൻ അയ്യോ ഇല്ലെങ്കിൽ അവര് പറയുന്നുണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതെ അതെ, കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് നിക്കണത്. അല്ലേ? ശരി. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് അധികം ഐറ്റംസ് ഒന്നുമില്ല നമുക്ക് കാണാൻ. പിന്നെ വരുന്നത് ഞാൻ ഫസ്റ്റ് പ്രോജക്ട് പറഞ്ഞല്ലോ, ഞാൻ അവിടെ കുറച്ച് ബുക്സ് ഇരിക്കുന്നത് കണ്ടു. ആരാ വായിക്കുന്നത്? ഞാൻ പണ്ടൊരു കാലത്ത് വായനയൊക്കെ തുടങ്ങിയായിരുന്നു, ഒരു സ്കൂൾ ടൈം +1 +2. അപ്പൊ എനിക്ക് ഒരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയാലും ബുക്സ് കളക്ട് ചെയ്യും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ബുക്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ ഈ അടുത്തത് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് എന്നോട് ചോദിക്കും ഇതെന്തായിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. ക്രിസ്ത്യനാണോ ഹിന്ദു? ഞാൻ ഹിന്ദുവാണ്. ഹിന്ദു ആണോ? അല്ല, ഇവിടെ ബൈബിളും ഇരിക്കുന്നത്. ഞാനൊരു ഇങ്ങനെ മാതാവ് ഭയങ്കര ഒരു ഡിവോട്ടിയാണ്. ഞാൻ കോൺവെന്റ് സ്കൂളാണ് 10th വരെ പഠിച്ചത്. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, നമ്മുടെ വീട്ടിലാർക്കും അങ്ങനെ വലിയ ചെല്ലാരും ഹിന്ദു ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഒരു മന്ത്ലി വൺസ് എങ്കിലും ഞാൻ വെള്ളാർപാടം പോകും, വിസിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ എന്നേരത്തെ ഇപ്പൊ ചോദിക്കരുത്, ബൈബിളിൽ ഏതെങ്കിലും ഒരു ശകലമൊക്കെ എടുത്തിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിച്ചാൽ അല്ല, അതും ഞാൻ പറഞ്ഞില്ല. എനിക്ക് വായിക്കുന്നതിനേക്കാളും കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കളക്ട് പറയാറുണ്ട്, ഇത് എന്തിനാണ് എടുത്ത് വെച്ചേക്കണേ, ആർക്കെങ്കിലും കൊടുത്തൂടെ ഇത്. അല്ല, ഇതിന്റെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം ആള് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ? അല്ല, അവരുടെ ഇടയിൽ നിന്ന് ഒരു കമന്റ് ചോദ്യം വരും. ഇല്ല അങ്ങനെ ഇല്ല കേട്ടോ, സോറി, ഞാൻ സിംഗിൾ ആണ്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ, ബുക്കിന്റെ ഇത് എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാം. ഇതിലാരെങ്കിലും വായിക്കുന്ന ആളുകളുണ്ടോ? ഇല്ല, ഞങ്ങളുടെ കൂടെ ആർക്കും വായനാശീലം. പത്രം വായിക്കോ? വെറുതെ ഏത് ബുക്സ്? അതാണ് എന്റെ തുടക്കം ബാലരമയിൽ നിന്നായിരുന്നു. അല്ല, കൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇപ്പൊ എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ പറയും, അവരുടെ ഒരു എന്താ പറയാ, ഒരു വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു സാർക്കാസ്റ്റിക് ആയിട്ടും പല കാര്യങ്ങളും കൺവേ ചെയ്യുന്നത് അല്ലെ, ഒരു നല്ലൊരു റൈറ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ ആ ഒരു ഇപ്പൊ എന്റെ ഉപ്പാർക്കൊരു ആന ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ബാല്യകാല സഖി, മതില്, കുറെ അങ്ങനത്തെ നോവൽസ്, അതായത് 7, 6 പഠിക്കുമ്പോൾ അങ്ങനെ വായിച്ച് അപ്പൊ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കളക്ട് ചെയ്യണം, അങ്ങനെ. പിന്നെ കുറെ ഇതുപോലെ പെരുമ്പടവ് ശ്രീധരന്റെ ഒരു പുസ്തകമുണ്ട്, ദസ്തയേവ്സ്കി എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെ പേരുകളൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ MTയുടെ 2ാം ഊഴം, ഇങ്ങനെ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് പിന്നീട് കഥ വയ്ക്കരുത്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഒരു അഡിക്ഷൻ അല്ല, നമ്മളും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഇതിനകത്തായതുകൊണ്ട്. ഈ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഞാനിപ്പോ വന്ന വഴിക്ക് ഞങ്ങളിങ്ങ് വന്ന വഴിക്ക് ഞാനിങ്ങനെ ഫോൺ നോക്കിയപ്പോഴേ, ഞാൻ നീരജ ഡാൻസർ അല്ലേ? ഡാൻസ് ചെയ്യും. ഞാൻ പ്രൊഫഷണൽ ഡാൻസർ അല്ല, പക്ഷെ നമ്മൾ ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് കുറച്ച് വലിയ രീതിയിൽ അങ്ങനെ പോയിട്ടില്ല. എല്ലാം ചെയ്യും. ഞാൻ എന്താ ഇപ്പൊ ഒരു വൈറലായി നിൽക്കുന്ന ഒരു ന്യൂസ് കണ്ടിട്ടാ ഞാൻ ഇപ്പൊ വന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചത്, നമ്മുടെ ദേവാസുരത്തിനകത്ത് രേവതി ചേച്ചി ആയിരുന്നല്ലോ അതിനകത്ത് അഭിനയിച്ചത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, നമുക്ക് പയ്യെ നടക്കാം. അതിനകത്ത് ചായ എടുക്കുന്ന സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. ആണോ? ചായ എടുക്കുന്നത് ഇത് ഓക്കെ. എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് ഇതും കൂടെ പറഞ്ഞേക്കാം. എന്തായാലും നമ്മൾ അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയുമ്പോ, ഇത് എനിക്ക് ഫസ്റ്റ് ചെയ്ത പ്രോജക്റ്റിന് കിട്ടിയതായിരുന്നു ബെസ്റ്റ് ന്യൂ ഫേസ് അവാർഡ്, തിക്കുറിശ്ശി ഫൗണ്ടേഷന്റെ അവാർഡ്. അതൊരു എന്താ പറയാ, നമുക്ക് എപ്പോഴും ഒരു ക്ലോസ് ടു ഹേർട്ട് ആയിരിക്കുമല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിനൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞത്. അതാണ് ഇത് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളയില് സെക്കൻഡ് റണ്ണർ ആയിരുന്നു. അപ്പം എറണാകുളം നമ്മൾ കോമ്പറ്റ് ചെയ്തപ്പം അവിടെയും ഇതുപോലെ തന്നെ റണ്ണറപ്പ് ആയിരുന്നു. അതിനുശേഷമാണ് അങ്ങോട്ട് പോയത്. ഇപ്പൊ ഇനി ഞാൻ പറഞ്ഞ ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട്. അതായത് ഞാനിപ്പോ വായിച്ചെന്താന്ന് വെച്ചാൽ, അതിനകത്ത് രേവതി ചേച്ചി ആയിരുന്നു അഭിനയിച്ചിരുന്നത്. അതിനകത്ത് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ചെയ്തത്. ആക്ച്വലി ആ സിനിമയില് ലാലേട്ടനൊക്കെ വിചാരിച്ചിരുന്നത്, ഒബ്വിയസ്ലി നമ്മൾ ഡാൻസ് ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ ശോഭനേച്ചിനെയാണല്ലോ കൂടുതൽ വിചാരിക്കുക. അപ്പൊ ശോഭനേച്ചി ആയിരുന്നു വിചാരിച്ചിരുന്നത് അതിൽ അഭിനയിക്കുമെന്ന്. പക്ഷെ അതിന്റെ ഡയറക്ടർ IV ശശിയുടെ ഒരു തീരുമാനമായിരുന്നു, രേവതി ചേച്ചി തന്നെ അതിൽ അഭിനയിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെയാണ് അതിനകത്ത് രേവതി ചേച്ചി വന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇപ്പം ആൾക്കാരപ്പൊ അപ്പൊ ചിലരിപ്പോ പറയുന്നു, കമന്റ് ചെയ്തിട്ട്, അയ്യോ ഡാൻസിങ് ഇതൊരു ഇതായിരുന്നല്ലോ, ഡാൻസിന്റെ ഒരു ക്യാരക്ടർ അല്ലേ, അപ്പൊ അത് ശോഭന തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇനിയും ആ ക്യാരക്ടർ ഒരുപാട് നന്നായേനെ. രേവതിനെക്കാട്ടിലും ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാവരും ശോഭനേച്ചിയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് പബ്ലിക്കിന് പെട്ടെന്ന് ഇപ്പൊ അങ്ങനത്തെ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് കണ്ടില്ല? റിലീസസ് ലേറ്റ് ആയിട്ട് ന്യൂസ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടല്ലോ, റിലീസ് മണിച്ചിത്ര മൂവി
ഉണ്ടല്ലോ. അങ്ങനെ ഇതിപ്പോ ഇറങ്ങിയതായിരിക്കും, ഇന്ന് വന്നതായിരിക്കും ന്യൂസ് മിക്കവാറും. ഇന്നാണോന്ന് എനിക്കറിയില്ല, അത് ഇന്നാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോ കണ്ടതാ ഇത്. ആണല്ലേ? എനിക്കറിയില്ല. അതിന് നീരജ ഒരു ഡാൻസർ ആണല്ലോ, അപ്പൊ നീരജയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതില് രേവതി ചേച്ചി ചെയ്തതാണോ നമ്മളങ്ങനെ ട്രെയിൻഡ് ഡാൻസ് പറയാൻ പറ്റില്ല. ഞാൻ പഠിച്ച നമ്മൾ ഷോസും കാര്യങ്ങളും ഇപ്പം സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം നമ്മുടെ ഈ കരിയർ ഫിലിം ഫീൽഡിലും നമ്മൾ ടെലിവിഷനിൽ വന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനോടുണ്ട അഭിപ്രായം എന്ന് പറഞ്ഞാല് ആ മൂവി ഓൾറെഡി അത് സക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന ആളെ കാസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചേനെ. അല്ലെ, അവർ ഓൾറെഡി അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. രേവതി വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസസ് തന്നെയാണ്. എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം എല്ലാവർക്കും ഇപ്പൊ തന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് ഉർവശി, നമ്മുടെ അവർക്കൊരു ദേശീയ പുരസ്കാരം ഇത്രയും നാളും സഹനടിക്കുക എന്നല്ലാതെ ഒരു മികച്ച നടി എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ ഇപ്പം ഒരുപാട് നമ്മള് ആളുകളിലേക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു പാശ്ചാത്യ അല്ല, പക്ഷെ ഉർവശി ചെയ്ത ക്യാരക്ടേഴ്സ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നോക്കുമ്പോൾ അവരൊരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അല്ലെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു നിയോഗമാണെന്ന് പറയേണ്ടി വരും. അല്ലെ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. പക്ഷെ ഓക്കെ, രേവതി അവർ ചെയ്തത് നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. മണിച്ചിത്താഴെന്ന് പറയുന്ന ഒരു എപ്പിക് വർക്ക് ഇരിക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞാല് അതിപ്പോഴും ഇരിക്കുമ്പം ഓക്കെ, അതിൽ നമ്മൾ വേറെ ഒരു കമ്പാരിസൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓക്കെ, അപ്പൊ അതുകൊണ്ട് നീരജിന്റെ അഭിപ്രായം അങ്ങനെയാണ്. പലർക്കും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഇതാണ് ഇവരുടെ വിളക്ക് കൊളുത്തുന്ന പൂജാമുറി. അച്ഛനാണ് രാവിലെ വിളക്ക് കൊളുത്തുന്നതെല്ലാം, വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകും. എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടേ, ഞാനിപ്പം ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ചർച്ച് പരിപാടികളൊക്കെ ആണെങ്കിലും ഈ ശരിക്കും സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രോങ്ലി ദൈവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു പവർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ഇന്നത് ഭജിക്കണം, ഇങ്ങനെ പൂജിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ജസ്റ്റ് ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറിനാണ് പോകുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വയനാടൊക്കെ ഇത്രയും പ്രശ്നം കണ്ടപ്പം ഇദ്ദേഹം എവിടെയായിരുന്നു? ശരിയല്ലേ? അങ്ങനെയല്ല, അതൊക്കെ നമ്മുടെ ഒരു നമുക്ക് ഞാൻ ചോദിച്ചതേ, നമ്മളിപ്പോ നമ്മുടെയൊക്കെ തന്നെ നമുക്ക് ഓരോ ലൈഫിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ അതെ ദൈവം എത്ര ക്രൂരനാണ് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഒരുപാടുകൾ വരും, നല്ലതും മോശവും. പക്ഷെ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ തലയിൽ വെക്കണം എന്നില്ല. പിന്നെ നമ്മളുടെ ഒരു വിശ്വാസം, എന്തോ ഒരു പവർ ഉണ്ട്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് മുഖങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത് പക്ഷെ എന്റെ ഈ നമ്മള് ഹോറോസ്കോപ്പ് ഒക്കെ ഇങ്ങനെ പറയല്ലോ, അപ്പൊ പറയും നമ്മുടെ ശിവന്റെ നാളാ തിരുവാതിര. അപ്പം എന്തോ ഇങ്ങനെ ഭഗവാനെ അങ്ങനെ നമ്മള് പൂജിക്കണം ആരാധിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് റെസ്പെക്ട് കുറവൊന്നുമില്ല. ഓക്കെ, ഇത് കഥകളും എല്ലാം ആണല്ലോ. പക്ഷെ ശരിക്കും നമ്മൾക്കൊരു ഇൻസിഡൻസ് വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് അതെന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു. ഇപ്പൊ സപ്പോസ് ഇതിപ്പോ ശരിക്കും അതെന്താന്നറിയോ, ദൈവത്തില് നമുക്ക്, ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ലത് തരിക, നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വേണ്ട, അങ്ങനെയല്ല. എല്ലാം ഒരു നിയോഗമാണ്, എല്ലാം നമുക്കൊരു നിയോഗമാണ്. നമ്മുടെ ലൈഫ്, എല്ലാവരുടെയും ലൈഫ് നല്ലതും ചീത്തയും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. ചില സമയത്ത് നമുക്ക് നല്ലത് വരും, ചില സമയത്ത് ഇത് വരും. ദൈവം എന്ന് പറയുന്ന ഒരു സുപ്രീം പവർ, ഇതാണ് നമ്മുടെ കുഞ്ഞി ഒരു പൂർവികർ എന്ന് പറയുന്ന ഒരാൾ, അതായത് കുഞ്ഞി അദ്ദേഹമാണ് ആദ്യമായി വന്ന ഒരാൾ. അല്ലല്ല, അതെന്താന്ന് വെച്ചാല് ആ ബോഡി നേച്ചറാണ് ആളുടെ ഇപ്പത്തെ. അങ്ങനെ നമുക്ക് മേളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇറങ്ങി വരാം. അപ്പോൾ ഇവൻ മേളിലായിരിക്കും, അപ്പോൾ മേളിലായിരിക്കാം നമ്മൾ അന്വേഷിച്ചു വന്ന ആ 1000 വർഷത്തെ അറിയില്ല, ഉണ്ടാവില്ല. ഓക്കെ, നോക്കാം എന്തായാലും. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾക്ക് അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ഡിബേറ്റ് ഒന്നും പോവണ്ട. അതിന് നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക്. ശരി, അല്ല ഇനിയിപ്പോ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു എന്താ പറയാ കണ്ടന്റ് തന്നെ അതായി മാറും. അത് വേണ്ട. ഇനി നമുക്ക് നീരജയുടെ വിശേഷങ്ങൾ, സിനിമ വിശേഷങ്ങളിലേക്ക് വരാം. സിനിമ നമ്മുടെ ജൂലൈ 5th പാർട്ട്നേഴ്സ് റിലീസ് ആയിരുന്നു. ധ്യാൻ ശ്രീനിവാസനായിരുന്നു ലീഡ്. അതെ, നമുക്കും നല്ലൊരു എന്താ പറയാ ഒരു കഥാപാത്രമാകാൻ സാധിച്ചു. തമിഴ് ക്യാരക്ടർ ആയിരുന്നു. അഴകി എന്ന് പറഞ്ഞായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. അയ്യോ, ആരോർക്കാൻ പോണേ, എന്റെ മുറിയാണത്. ഞാനിങ്ങനെ ഇരിക്കുക, ഇവിടെ വന്നേക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേക്കും. അല്ല കാര്യം അല്ല, ഞാനൊന്ന് ഒളിക്കണ്ടിട്ട് നോക്കട്ടെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന. അയ്യോ, ഡ്രസ്സൊക്കെ വിരിച്ച് ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചല്ലേ. പക്ഷെ ഞാൻ വരുന്നതിന് മുൻപ് നിങ്ങൾ വരുമ്പം എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഉണ്ടായില്ല. എനിക്ക് ശരിക്കും ഇതിന്റെ ഔട്ട്ഡോർ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം നമ്മള് ഇപ്പഴത്തെ നാരങ്ങ മരം ഉണ്ട്, ജാതിക്ക, പുളിമരം, ഒന്നും കാണാൻ പറ്റിയില്ല. ഈ വീടിന്റെ ചുറ്റുവട്ടത്ത് നിറയെ കുറെ മരങ്ങളുണ്ട്. പിന്നെ ആ ഫ്രണ്ട് സ്പേസ് ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ കുറെ ചെടികളും മാവ് അല്ലെ. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ വീടുകൾക്ക് കുറെ ഔട്ട്ഡോർ വരുന്നതേ
ചില സ്ഥലത്തൊക്കെ വരുമ്പോ കുറവായിരിക്കുമല്ലോ. അത് സാരില്ല, ഇവരിന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ അത്രേ ഉള്ളൂ. ഇത് വേറൊരു റൂം. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ നമ്മുടെ സോഫ ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ ചെറിയ ചെറിയ ഞാനിപ്പം ജിമ്മിൽ പോകുന്ന ആളാണ്, പക്ഷെ പോകാൻ പറ്റാത്ത ദിവസങ്ങൾ ഇങ്ങനെ കുറച്ച് ഡംബൽ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്ന് ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ അങ്ങോട്ട് ഞാൻ അത് നമുക്ക് കാണിക്കാം അല്ലേ നീരജ? അല്ല ഇതാണ് ഇത്. ഓക്കെ. അപ്പൊ തന്നെ ഇവിടെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. വെയിറ്റ് ട്രെയിനിങ്, അതെ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അതെ കുറച്ചുള്ളൂ. ഫൈവിലും ഇതിലേ നിൽക്കുന്നുള്ളൂ. അതെ അല്ല ഞാൻ ഇതിലും ഒക്കെയാണ് നിൽക്കുന്നത്. അല്ല ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോൾ 5-ലും 7-ലൊക്കെ നിൽക്കും. എന്താ പറയാ അല്ലെ എങ്ങനെയാ എത്ര വെയിറ്റ് ഒക്കെ എടുക്കാറുണ്ട്? ഞാൻ നല്ല വെയിറ്റ് എടുക്കാറുണ്ട്. ഞാൻ ഇപ്പൊ എനിക്ക് നേരെ റിവേഴ്സ്, എനിക്ക് ഹോർമോണൽ കുറച്ച് ഇംബാലൻസ് ഉണ്ട്. അപ്പൊ വെയിറ്റ് ട്രെയിനിങ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ പുട്ട് ഓൺ ചെയ്യാം. ഞാൻ നന്നായിട്ട് വെയിറ്റ് വെയിറ്റ് എടുക്കുമായിരുന്നു. അല്ല സ്ട്രെങ്ത്തിന് നമ്മൾ വെയിറ്റ് എടുക്കണം, അത് തന്നെ വേണം. പക്ഷെ കാര്യമില്ല, എനിക്ക് വെയിറ്റ് ട്രെയിനിങ് വരുമ്പോഴത്തേക്ക് പുട്ട് ഓൺ ചെയ്യാൻ ഞാൻ. അപ്പൊ ഇപ്പൊ വീണ്ടും ഞാൻ എന്റെ വീട്ടിലെ സാറ് ഇങ്ങനെ മൂലയിലേക്ക് ഒതുക്കി വെച്ചിട്ട്, അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒരു എന്താ പറയാ ഫ്ലോറും എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് തന്നെ പോണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫെമിനിൻ ടച്ച് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇപ്പൊ ചിലവർ ഇപ്പൊ നമ്മളുടെ ഒക്കെ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും എന്താ പറയാ അങ്ങനെ ഒരുപാട് വെയിറ്റ്സിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇപ്പൊ നമ്മൾ കാണില്ലേ അങ്ങനെ വെയിറ്റ് ഭയങ്കര എടുത്തിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർ ചെയ്യും. ഞാൻ പറഞ്ഞത് മിക്കവർക്കും ഒരു ഫിസിക് എന്ന് പറഞ്ഞാൽ ഏകദേശം ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. അങ്ങനെ ഓക്കെ. നമുക്ക് ഇനി അതൊന്നുമല്ല, ഇനി നമുക്ക് സിനിമ അവിടെ തുറക്കാൻ പോകണം. ഓക്കെ. ഇതൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതാണ്, സാരമില്ല. ഇപ്പൊ നമ്മൾ ആ റൂം കണ്ടു. ഇനി ഇവിടെ ഇതൊരു ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ. അതൊക്കെ സോഫയൊക്കെ ആയി വരുന്നത്. ഇതൊരു വർക്ക് ഏരിയ ആട്ടോ, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് മച്ചൊക്കെയാണ്. ഇനി താങ്കൾ പറഞ്ഞ 1000 വർഷം പഴക്കമുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ശരിക്കും മച്ചുണ്ടോ അവിടെ? അങ്ങനെ ഉണ്ടൊരു സംഭവം. മച്ചിൽ പോയി നോക്കിയാലോ? ലൈറ്റ് ഇടാം, ഒരു മിനിറ്റ്. ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മച്ചിലേക്ക് പോവാം. മച്ചിലേക്ക് പോയി അവസാനം അതെ ഓണറെ വിളിച്ച് പറയും ഇവിടെ ആരും വന്നു പോയിരുന്നല്ലോ എന്ന്. അതെ, അത് ലോക്കായിരുന്നു. നോക്കട്ടെ. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ലോക്ക് ചെയ്താൻ തോന്നുന്നുണ്ട്. പാട്ടൊക്കെ പ്ലേ ചെയ്യായിരുന്നല്ലേ? പാട്ടൊക്കെ പ്ലേ ചെയ്തോണ്ട് വരും. ഒരു മിനിറ്റ്. നീരജ പാടുവോ? ഒരു മിനിറ്റ് ഒന്ന് പിടിച്ച്. ഞാനോ കുഴപ്പമില്ല, കുറച്ചൊക്കെ പാടും. എന്നാ പിന്നെ പഴം നമ്മൾ പാടിക്കോളൂ. അത് നമുക്ക് തുറക്കാം. എന്നിട്ട് നമുക്ക് അതെ മറ്റേ മ്യൂസിക്കാണ്. പഠിക്കോ? അയ്യോ മിക്കവാറും ഇവിടെ പഴന്തമിഴ് ആയിരിക്കില്ല, ഇവിടെ മറ്റേ മരപ്പട്ടി പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈശ്വര, എന്നാ പിന്നെ പോണ്ടാട്ടാ. അല്ലെ വാ 1000 വർഷം വാ ഇങ്ങോട്ട്. എന്നാലും 1000 വർഷം പഴക്കമുള്ള എന്തോ ഒന്ന്, അതെന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോ 2 ടാങ്ക് ഉണ്ട്. നമ്മുടെ വാട്ടർ ഇവിടുന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഏണിയൊക്കെ വഴി ഇങ്ങനെ ഇങ്ങോട്ടല്ല. നമ്മളിപ്പോ ഈ റീസെന്റ് ആയിട്ട് അത് അശ്വിനി കേട്ടതാ, പേടിപ്പിച്ചതാ. തലയിലും മുടി. അതല്ല, ഇവിടെ ഇപ്പൊ ക്ലീനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ടാങ്ക് നമ്മൾ വന്നപ്പോഴേ ഈ വെള്ളം കളർ എന്തോ ചേഞ്ച് ആയപ്പോഴത്തേക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്പൺ ആയി. അല്ലാതെ ഞാൻ പോലും വെറുതെ ഇങ്ങനെ വൈബ് ചെയ്യാനൊന്നും ഇവിടെ നിന്ന് വരുന്നില്ല. അതാ പറഞ്ഞ ഇപ്പൊ ഇനി പറഞ്ഞ പോലെ 1000 വർഷം ചിലപ്പോൾ ശരിയായി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ക്യാമറ വന്നിട്ട് അങ്ങോട്ട് നോക്കിക്കോ, അവിടെ എന്തോ സാധനം 1000 വർഷം പഴക്കമുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ടാവും. അതെന്താണെന്ന് പോയി നോക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഉണ്ട് ഇല്ല, എന്നെ കേട്ടിടാനായിരിക്കും. ഇത് കേറിപ്പോട്ടെ. സ്ട്രോങ് ആണോ? അതെ, അത് സ്ട്രോങ് ആയിരിക്കും. നമുക്ക് പറയാം സ്ട്രോങ് ആണോ അല്ലേ എന്ന്. ദൈവമേ, മ്യൂസിക് ആവാൻ കേട്ടോ. അതെ 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 അതെ. இந்த மாதிரி ഒരു ഹോം എങ്കേയും പാട്ടതേ ഇല്ലേ? അത് ഞാനും കണ്ടത് വിചാരിച്ചതേ ഇല്ല ഇങ്ങനൊരു സംഭവത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ക്യാമറയും കൂടെ വരുന്നില്ലേ? ഇവിടെ എന്തൊക്കെയാന്ന് കാണണ്ടേ? അതെ, എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളായിരുന്നു വരേണ്ടിയിരുന്നത്. ക്യാമറ ഞാൻ തന്നെ പിടിക്കണോ? ഇവിടെ ഇങ്ങനെ അവിടെ പിടിക്കില്ലേ? അത്യാവശ്യം നമുക്ക് ആരെയൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം തോന്നുന്നുണ്ട്. അതേട്ടാ, ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഒളിച്ചിരിക്കാം. പക്ഷെ അവർക്ക് കേറാൻ അങ്ങനെയൊക്കെ കേറേണ്ടി വരും. പക്ഷെ
ഞാനിത് മാറാലേക്ക് മാറ്റി പോകേണ്ട അവസ്ഥയാണ് ഇവിടെ. പക്ഷെ ഇങ്ങനെ ഇവിടെ നിന്ന് കാണുമ്പോ ഭയങ്കര എന്താ പറയുക അധികം പഴക്കമില്ലാത്ത പോലെ തോന്നുന്നു അല്ലേ? ഇങ്ങോട്ടേക്ക് അങ്ങനെ തോന്നുന്നത്. അവിടെ എന്തോ ഉണ്ട്, അവിടെ ഇരിക്കുന്ന സാധനം അവിടെ തന്നെ ഇരിക്കട്ടെ. അതെ 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 1000 വർഷമായത് ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പം ഇവിടെ ഇരുന്ന സാധനം അവിടെ ചെല്ലുമ്പോഴേക്കും ഇനി എന്താ പറയാ ഓണാവുന്നത്. കൂടെ പോന്നാലോ പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ. കുറെ സാധനങ്ങൾ പറഞ്ഞാൽ ഈ ക്ഷുദ്രജീവികളുണ്ട് കേട്ടോ. അത് ഈ എത്ര വർഷം പഴക്കമുള്ളതെന്നറിയില്ല. കുറെ എട്ടുകാലികള് ഇതൊക്കെ ഈ മച്ചുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ. കാര്യം ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ വീട് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് മോഡൽ ആണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ ടൈപ്പ് കുറച്ച് സദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇറങ്ങിന്ന് പറഞ്ഞാൽ 1000 വർഷം ഉള്ള ആള് ഇറങ്ങിയിട്ടുണ്ടാവും. കൂടെ ചിലപ്പോൾ എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ മുകളിലൊക്കെ സ്പൈഡറൊക്കെ വന്നിട്ടുണ്ട്. 1000 വർഷം പഴക്കമുള്ള എന്തൊക്കെയോ. നമുക്ക് എന്തായാലും ഇനി കുറച്ച് ക്ഷീണമായിട്ടുണ്ടാവും. എന്തായാലും ചായ കുടിക്കാം നമുക്ക്. തമിഴൊക്കെ ആ തമിഴ് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണോ? തമിഴൊക്കെ നല്ല നന്നായിട്ട്. അയ്യോ ഞാൻ തമിഴ് കേട്ടിട്ടില്ലേ ഈശ്വര. ഞാൻ പാർട്ട്നേഴ്സിന്റെ ഇന്റർവ്യൂ ഇതുപോലെ കൊടുത്തപ്പം എന്നോട് ക്യാരക്ടർ പിന്നെ തമിഴിൽ പറയാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അല്ല തമിഴ് ശരിക്കും ലാംഗ്വേജ് നമ്മളിപ്പം സിനിമയൊക്കെ ചെയ്യുമ്പോ അവിടെ കോണ്ടിങ്ങും ഉണ്ടാവുമല്ലോ. പക്ഷെ ശരിക്കും അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞേ, തമിഴ് നിങ്ങ നല്ല ഇരിക്കാ? ഞാനിത് പ്രിപ്പയർഡ് ആവണായിരുന്നു. എന്താ പറഞ്ഞ நீங்க நல்லா இருக்கா? நல்லா இருக்கு. நான் நல்லா இருக்கேன். சரி, நம்ம இனி எங்க போறேன்? எங்க போறேன்? நம்ம இப்ப எந்த பாத்துட்டு வந்தது? அந்த அங்க நாகவல்லி இருக்கா? இல்ல நாகவல்லி இருக்கு, அது தெரியல. நீங்க அங்க வீடு பக்கம் போயப்புறம் தெரியும் நாகவல்லி இருக்கும் இல்லேன்னு. அது നാഗവല്ലി ഇറുക്കും ഇല്ലേന്ന്. നാഗവല്ലി ഇറുക്കും ഇല്ലയോ? നമുക്ക് എന്തായാലും നമുക്ക് ചായ കുടിക്കാം. അതായിരിക്കും നല്ലത് ആരോഗ്യത്തിനും. നമുക്ക് തമിഴൊക്കെ വിട്ടുപിടിക്കാം. ശരി, നമുക്ക് ആന്റി ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയ സിനിമ വിശേഷം. ഇപ്പൊ തന്നെ മലയാളത്തിൽ ഇപ്പൊ ധ്യാനിന്റെ കൂടെ പാർട്ട്നേഴ്സ് പറഞ്ഞ സിനിമയിലാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്നത്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളും കാര്യങ്ങളും എന്തെങ്കിലും നമ്മുടെ വരാനുള്ള ഇപ്പം ഈ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് സാറ്റർഡേ ക്രോസ് റോഡ് റിലീസായി. ഷോർട്ട് മൂവി ആണ് ജേക്കബ് ലിജിൽ ഡയറക്ട് ചെയ്തത്. അതെന്തായാലും കണ്ടിട്ടിലേക്ക് കാണണം എന്തായാലും. ഓക്കെ, അതൊരു 1 വീക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഇനി വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വെബ് സീരീസ് തന്നെ നമ്മുടെ ഇരയുടെ ഡയറക്ടർ സൈജു എസ് ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. വെബ് സീരീസ് ആണ് വരുന്നത്. സിനിമയിലേക്ക് ഇത്രയും തിരക്കായി വരുന്നത് കൊണ്ട് ഇനി സീരിയൽ ചെയ്യുന്നില്ല? അല്ലല്ല, സീരിയൽ ശരിക്കും സീരിയലിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ശരിക്കും പറഞ്ഞ അതെ 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 ഇതാണ് ഞാൻ ആ പറഞ്ഞ ബെഡ്. ഇനി വീട്ടിലാർക്കും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കാവുന്നതാണ്. ഇതും അതെ കേട്ടോ, നമ്മുടെ ചെറിയ 2 കിച്ചൺസിന് വേണ്ടി വെച്ചിരിക്കുന്ന ബെഡാണ്. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഞാൻ പോയി 2 പേര് എടുത്തിട്ട് വരട്ടെ? പേടിയാവോ? 2 ചെറിയ പേര് പേടിയാവോ? ചെറുതിന് പേടിയൊന്നുമില്ല. ചിലപ്പോ കണ്ടെങ്കിൽ ഓടിക്കളെ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ടീച്ചറെ കൊടുത്തോളാം അല്ലേ? ചിലപ്പോ അതോടുകൂടി പിള്ളേർ ഓടി പോയി ചിലപ്പോ പറയാൻ പറ്റില്ല. റോക്കി മിലി വന്നോണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റോക്കി മിലി. കാണാനൊക്കെ നല്ല രസമാട്ടാ. അത് മാത്രല്ല ഇവരെനിക്ക് തോന്നുന്നു കുറച്ച് ടോളറേറ്റ് ചെയ്യുന്നവരാട്ടോ. കാരണം ഇപ്പൊ ഇത്രയും പേരെ കാണല്ലേ, ഓടിക്കളയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞേ, ഈ ഇച്ചിരി ചെവിയിലൊക്കെ യെല്ലോ ഇഷ്ടമുള്ള ഇവളാണ് പെൺകുട്ടി കേട്ടോ. ഇവളാണ് മിലി. ഇതാണ് റോക്കി. മനസ്സിലാവും, അത് ബ്ലാക്ക്. അതെ 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 അതെ. പക്ഷെ ഇവര് സെയിം ഡേ എന്താ പറയാ ആ ഒരു ട്വിൻസ് അങ്ങനത്തെ പോലെ ഫീൽ തന്നെയാണ്. ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിരിക്കുക ആൾക്കാർ. അതെ അതെ, എന്തായാലും കിട്ടിയല്ലോ അല്ലെ? ആൾക്കാരെ കിട്ടി. പൂച്ചയെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്തായാലും. അപ്പൊ ഇനി പുതിയ സിനിമ ഇനിയിപ്പോ ഈ വീട്ടിൽ നിന്നായിരിക്കും അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാൻ പോണത്. അതിപ്പോ തൽക്കാലം എന്തായാലും അങ്ങനെ പെട്ടെന്ന് മാറാൻ. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ ഒരു വീട് എന്ന് പറയുന്നത് ഐശ്വര്യപൂർണമായ ഒരു വീടാവട്ടെ. പിന്നെ മറ്റേ നമ്മളെ മുകളില് തുറന്നിട്ടുണ്ടോന്ന് ഇപ്പൊ കണ്ടറിയാം. അപ്പോൾ നീരജ അറിഞ്ഞിട്ടില്ലാത്ത ആ രഹസ്യം നമ്മളായിട്ടാണ് നീരജയോട് പറഞ്ഞത്. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചു ആ മച്ച് എവിടെയാണെന്ന്. നമുക്കിനി പയ്യെ സാവധാനം ചായയൊക്കെ കുടിച്ചിട്ട് മച്ചിനെ കേറിയിട്ട് വിശേഷങ്ങൾ 1000 വർഷത്തെ പഴക്കമുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ അതും നമുക്ക് തപ്പിയെടുക്കാം. ഇനി എന്താ പറയാ, നീരജയ്ക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഇപ്പം ബാക്ക് ടു ബാക്ക് ഇനി ഒരുപാട് നല്ല മലയാളം മൂവീസ് ചെയ്യാൻ പറ്റട്ടെ. അതേപോലെ തന്നെ നല്ല തമിഴ് സോങ്സും തമിഴ് സീരീസും ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ, അതെല്ലാം ഇനി ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നല്ല എല്ലാവിധ നമുക്ക് നല്ല ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വീട് ഇനി നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി എല്ലാം നല്ല രീതിയിൽ കഴിയുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ വരാം. അന്ന് നമുക്ക് ഡേ ടൈം വരാം വീട്. അത് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മറ്റേ നമ്മുടെ വൃക്ഷലതാദികൾ എല്ലാം കണ്ട് അല്ലെ നല്ല രസമായിരിക്കും.
രസമായിരിക്കും വെച്ചാൽ നല്ല എന്താ പറയാ ആ ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് എന്തായാലും. അപ്പൊ നമുക്ക് അന്ന് വീണ്ടും വന്ന് നമുക്കൊന്ന് ഇവിടെ നാരങ്ങയൊക്കെ മിക്കവാറും ഉണ്ടായി അപ്പോഴേക്കും സീസൺ ആവുമായിരിക്കും. നാരങ്ങയൊക്കെ എന്തായാലും ടൈം ആവും. പിന്നെ ജാതിക്ക നമുക്ക് പാട്ടൊക്കെ പാടിക്കോട്ടെ. നമുക്ക് അന്നേരം വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ ഹോം ടൂറിൽ നിന്നും എല്ലാവരോടും ബൈ. ഇനി എല്ലാരും പറയുന്നുണ്ട് ടാറ്റാ. So thank you Neeraja, thank you so much. Okay, thank you for coming. Okay, yes. Okay.